ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല. അപ്പോൾ അതിന് കാരണം എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്കിങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കുറേ വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയണം, ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണം പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇച്ചിരി സമയം എനിക്കൊന്ന് കിട്ടി. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിപ്പോൾ ഒരു വിധി വന്നായിരുന്നല്ലോ, ദിലീപിൻ്റെ കേസിലെ ഒരു വിധിയെക്കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ആ നടിയെ ആക്രമിച്ച കേസിൽ നമുക്കറിയാം കൂടുതൽ പേരും നടിയോടൊപ്പമാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയും അങ്ങനെ ആക്രമിക്കപ്പെടരുത് എന്നുള്ളതാണ് എല്ലാവരും, ഒരു സാമൂഹ്യ ബോധമുള്ള എല്ലാവരും വിചാരിക്കുന്നത് അത് തന്നെയാണ്. ഒരിക്കലും ഒരു സ്ത്രീയും, അത് നടിയെന്നല്ല, ഒരു പെണ്ണും അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടരുത്. എല്ലാ സ്ത്രീകളും മാന്യതയുള്ളവരാണ്, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് ഒരു സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരിക്കലും ഒരു സ്ത്രീയും യാതൊരു കാരണവശാലും ആക്രമിക്കപ്പെടാൻ പാടില്ല. പക്ഷേ പലപ്പോഴും പല സ്ത്രീകളും വീടുകളിലായാലും ജോലി സ്ഥലങ്ങളിലായാലും ഒക്കെ പല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിക്കപ്പെടാറുണ്ട്. ചില സ്ത്രീകൾ അത് പ്രതികരിക്കും, ചില സ്ത്രീകൾ അത് പ്രതികരിക്കത്തില്ല. കാരണം അവരുടെ സാഹചര്യം, നമ്മൾ പ്രതികരിക്കുന്നവരെ നമ്മൾ പറയും അവർ നല്ലത് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഓരോ സ്ത്രീകൾക്കും ചിലപ്പം അവർക്ക് പ്രതികരിക്കാൻ പറ്റും, ചിലർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ആ ഒരു അതിജീവിത തനിക്ക് നേരിട്ട അപമാനത്തിൽ അല്ലെങ്കിൽ അതിൽ പ്രതികരിച്ചു. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ എന്താ വെച്ചാൽ, ഒരു സ്ത്രീ അങ്ങനെ പ്രതികരിച്ചത്, ഒരുപക്ഷെ അവർക്ക് ഇത് പ്രതികരിക്കാതെ അത് മൂടി വെച്ച് അവർക്ക് പോകാമായിരുന്നു. പക്ഷേ അതിന് വിപരീതമായി അവർ ആ അതിക്രമത്തെ നല്ല രീതിയിൽ നിയമപരമായി നേരിട്ടു. പിന്നെ വിധി വന്നപ്പോൾ ആദ്യത്തെ 6 പ്രതികൾക്ക്, ഇപ്പോൾ സെക്ഷൻസ് കോടതിയാണ് വിധിച്ചത്, അതിൽ 6 പ്രതികൾക്കും കുറ്റം ചെയ്തവരാണ് എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ 7ഉം 8ഉം പ്രതികളെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾക്ക് കോടതി വിധിയെ നമ്മൾ മനസ്സിലാക്കാം. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ തെളിവിൻ്റെ വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ മനസ്സാക്ഷിക്ക്, നമ്മൾ ഈ കേരളത്തിലുള്ള കൂടുതൽ പേരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്, ഇപ്പോഴും ഈവൻ ആ കോടതി വിധി വന്നതിന് ശേഷവും വിശ്വസിക്കുന്നത് ആ ഒരു 8ാം പ്രതി അതിൻ്റെ ഗൂഢാലോചനയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അത് വിശ്വസിക്കാനുള്ള ഒരു റൈറ്റുണ്ട്. അപ്പോൾ ഞാനും എനിക്കിപ്പോൾ ഞാനും അത് ഇല്ലാതില്ല, എന്തെങ്കിലും കാണും എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു 8ാം പ്രതി ആ അതിജീവിതയെ റേപ്പ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ആയിരിക്കാം കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഉള്ള കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിയും കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ സാരമില്ല. പക്ഷേ ഇനിയും അവർക്ക് ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനിയും ഈ ഓപ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഈ മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അവരുടേതായ രീതിയിൽ അവർ അവതരിപ്പിക്കുമ്പം നമ്മൾ ഈ അതിജീവിതയുടെ ഭാഗത്തുള്ള എല്ലാ വാദങ്ങളും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് മീഡിയകൾ കൂടുതലും വാർത്ത ചെയ്യപ്പെട്ടത്. അപ്പോൾ അവരെ ഫേവർ ചെയ്യുന്ന അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന, അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ്
എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പിന്നെ ചാനൽ വഴി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പ്രതിയുടെ ഭാഗം വക്കീൽ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. അവർ കോടതിയിൽ അവർ തെളിവ് സഹിതം അവരത് പറയുന്നുണ്ടാവും. അപ്പം ഈ അതിജീവിതയുടെ വക്കീൽ, എനിക്ക് തോന്നുന്ന കാര്യം, അതിജീവിതയുടെ വക്കീൽ ഈ എന്താണോ പറയാനുള്ള കാര്യങ്ങൾ, എന്താണോ കോടതി പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം വന്ന് അല്ലെങ്കിൽ പിന്നെ അതിജീവിതയുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മളറിയാം. അപ്പോൾ ഈ പ്രതിഭാഗം എന്തായിരിക്കും ചെയ്യുന്നത്? അതില്ല, ആ തെളിവുകളില്ല. ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. സ്വാഭാവികമാണ്, അതൊരു വക്കീലിൻ്റെ ജോലിയാണ്. അപ്പം ഈ അതിജീവിതയുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടോ അതിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രതിഭാഗം ചെയ്യും. അപ്പോൾ ഇനിയും ആയാലും ഹയർ സെക്ഷൻസ് കോടതിയിൽ പോയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കേൾക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ആ ഒരു തെളിവുകൾ അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു 8-ാം പ്രതിയെ സംശയിക്കാനുള്ള കാര്യങ്ങൾ, അത് വ്യക്തമായിട്ട് കോടതിയിൽ പറയണം, തെളിവുകൾ സഹിതം പറയണം. എന്നിട്ട് ആ തെളിവുകൾ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്താ ചാനലുകളിലും ഒക്കെ വന്ന് വിളമ്പരുത്, അല്ലെങ്കിൽ അതിനെ പറയരുത്. കാരണം കോടതിയിലാണത് തെളിയിക്കേണ്ടത്. അല്ലെങ്കിൽ കോടതിയിൽ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പുറത്ത് വന്ന് പറയുമ്പോൾ പ്രതിഭാഗം അതിനേക്കാളും ബുദ്ധിയുള്ളവരാണ്. അവർ അത് മാക്സിമം ഏത് രീതിയിലും അതിനെ ഇല്ലാതാക്കാൻ, ആ തെളിവ് നശിപ്പിക്കാനും അതിൻ്റെ ആ സോഴ്സുകൾ മാറ്റാനും പറയും. നമ്മൾ ഈ പ്രതിഭാഗം എന്താണ് കോടതി പറയുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രതിഭാഗം എന്താണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം ഇനിയും ആയാലും അതിജീവിതയ്ക്ക് ഹയർ കോടതികളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ നല്ല തെളിവുകൾ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ആ കോടതിയിൽ പറയുക എന്നുള്ളതാണ്. ഈ വിധിയിൽ പിന്നീട് നമ്മൾ വൈകാരികമായി പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇമോഷൻസിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ നമ്മൾ തെളിവുകൾ കോടതികളിൽ സമർപ്പിച്ച് അനുകൂലമായ വിധി നേടുക എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇപ്പം 8-ാം പ്രതി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഇത്രയും ഒരു വക്കീലില്ലായിരുന്നെങ്കിൽ ആ പ്രതിഭാഗത്തിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി, അല്ലെ അത് തെളിയിക്കാൻ വേണ്ടി എത്ര കാശ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഒരു അവസ്ഥ എന്ന് നോക്കിക്കുക. ഇപ്പോൾ ഒരു നിരപരാധിയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനിയും എന്ത് തെറ്റ് ചെയ്താലും അതിന് രണ്ട് വശമുണ്ടോ, എന്ത് തെറ്റ് ചെയ്താലും ഒരുപാട് കാശും നല്ല വക്കീലും ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായി വിധി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പ്രതിക്ക് നല്ല വക്കീലുണ്ടെങ്കിൽ, പ്രഗത്ഭനായ വക്കീലുണ്ടെങ്കിൽ, നല്ല കാശ് ഇറക്കാൻ പറ്റുകയാണെങ്കിൽ ആ പ്രതിയെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളത് നിയമവ്യവസ്ഥയുടെ ഏറ്റവും ഒരു വൃത്തികെട്ട രീതിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയില്ല, ഒരു നിരപരാധിയാണ് അല്ലെങ്കിൽ അവർക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് അത് തെളിയിക്കാനും പറ്റാത്തൊരു സാഹചര്യം, അത് എനിക്ക് ഈ വിധിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതാണ് തോന്നുന്നത്. എന്താണ് ഇങ്ങനൊരവസ്ഥ? പക്ഷേ നമ്മൾ പറയും ഈ വിധി തെളിവ് സഹിതമുണ്ടെങ്കിൽ മാത്രം യഥാർത്ഥമായ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ ഇടയാകരുതെന്ന് പറയുമ്പോൾ കാശുണ്ടെങ്കിലും പവർഫുൾ ആണെങ്കിലും അതിനെ അട്ടിമറിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അട്ടിമറിക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ. അതായത് ആ 8-ാം പ്രതിക്ക് വേണ്ടി ഒരു വക്കീൽ, ഒരു പ്രഗത്ഭനായ വക്കീൽ വാദിച്ചതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ഒരു വിധി നേടാൻ പറ്റിയത്. അപ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ ഒരു കള്ളനായിട്ട്
മുദ്ര ഒറ്റപ്പെട്ടാലും എന്ത് ചെയ്യും? അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വക്കീലിനെ ഒന്നും വെക്കാനോ അല്ലെങ്കിൽ അതിനുള്ള കാശോ അവർക്കുള്ള അവകാശം ഒന്നുമില്ല എങ്കിലും എന്ത് സംഭവിക്കുന്നു? ഉറപ്പായിട്ടും അവരൊരു പ്രതിയായി മാറും. ഇനിയും വലിയ പവർഫുള്ളായിട്ടുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവരെ രക്ഷിക്കാൻ നിയമമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കോടതിയുണ്ട്, അവർക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം കാശുള്ളവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും, അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ളവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളവരാണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. അത് ചിലപ്പോഴും ഈ മിക്ക കേസുകളിലും ഗവൺമെൻറ് വാദിക്കുന്ന കേസുകൾ പരാജയപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഒരു കാശ് ഇപ്പം ഇനിയായാലും ഈ അതിജീവിതയായാലും ചെയ്യേണ്ടത്, അതിജീവിത കാശ് കൊടുത്ത് നല്ല വക്കീലിനെ വെച്ച് വാദിച്ചെങ്കിൽ മാത്രമേ ഈ കേസ് ഇനിയും ഹയർ കോടതികളിലായാലും വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയും എൻ്റെ ഈ വീഡിയോ ആര് കേൾക്കുവാണെങ്കിൽ, ആര് കേൾക്കുമെന്ന് എനിക്കറിയില്ല, ആകെ ഒരു സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ എൻ്റെ ചാനലിൽ. അപ്പോൾ ഞാൻ വേറെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഇന്ന് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഈ ഒരു വിഷയമാണ്. അപ്പം ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഇപ്പം ഇനി അതിജീവിതയ്ക്ക് എന്തായാലും ഉറപ്പായിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടണം. ശരിക്കും ആ ഒരു നടിക്ക് നീതി കിട്ടണം. എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ആ വ്യക്തി റേപ്പ് ചെയ്തത് ഗൂഢാലോചന അല്ലെങ്കിൽ ആരോ പിന്നെ ആരുടെ സമ്മർദ്ദം കൊണ്ടോ എന്തുകൊണ്ടോ ആണ് എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിജീവിത ഹയർ കോടതികളിലേക്ക് പോകണം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതിന് നല്ല വക്കീലിനെ തന്നെ വെക്കണം. ഓപ്പോസിറ്റുള്ള വക്കീൽ നല്ലൊരു ക്രിമിനൽ ലോയറാണ്. അദ്ദേഹം എന്ത് തെളിവുകളുണ്ടെങ്കിലും നമ്മുടെ ഒരു അതിജീവിതയുടെ ഭാഗത്തുള്ള ആ തെളിവുകളെ നശിപ്പിക്കാനായിരിക്കും നോക്കുന്നത്. അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകളായിരിക്കും ഈ 8ാം പ്രതിയുടെ ഭാഗത്തു നിന്നുള്ളവർ വെക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിനെക്കാട്ടിലും നമ്മൾ പറയുന്ന തെളിവുകൾ എന്താണ് എന്നുള്ളത് ഈ പബ്ലിക്ക് കിടന്നോടരുത്. അതായത് മീഡിയകളിൽ വഴി അതറിയിക്കരുത്. അത് എപ്പോഴും അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. അല്ലാതെ ഈ അതിജീവിതയുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൊടുപ്പും തൊങ്ങലും വെച്ച് ഇതാണെന്നുള്ള രീതിയിൽ പിന്നെ ഈ മീഡിയാസിൽ ഭയങ്കരമായിട്ട് പരക്കുമ്പോൾ അവിടെ അതിജീവിതയ്ക്ക് യഥാർത്ഥമായി നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പഴുതുകൾ അടച്ചുകൊണ്ട് വേണം ഹയർ കോടതികളിലേക്ക് പോകുവാൻ. എങ്കിൽ മാത്രമേ ഈ കേസിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഒരു സ്ത്രീയും ഇങ്ങനെ അപമാനിക്കപ്പെടാൻ പാടില്ല, ആക്രമിക്കപ്പെടാൻ പാടില്ല, ഇരയാക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഈ അതിജീവിത ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ഒരു കേസിനെ ഇത്രമാത്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വിജയം ആ ഒരു കുട്ടി അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിജയം പൂർണ്ണമായിട്ടും ആ ഒരു അതിജീവിതയ്ക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതിന് കോടതി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിക്ക് അത് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് തെളിവ് കൊടുക്കാൻ ആ അതിജീവിതയുടെ ഭാഗത്തുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാധിച്ചിട്ടില്ല, അഡ്വക്കേറ്റ്സിന് സാധിച്ചിട്ടില്ല. നമ്മൾ വൈകാരികമായി പ്രതികരിക്കുകയല്ല വേണ്ടത്. ഈ സമയത്ത് ബുദ്ധിപരമായി ഓരോ കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത്. ഇനിയും ഹയർ കോടതികളിലേക്ക് പോകുമ്പോൾ അതിന് കുറച്ച് രഹസ്യ സ്വഭാവങ്ങളുണ്ട്. ആ രഹസ്യ സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ടും അതിജീവിതയുടെ ഭാഗത്തുള്ളവരും ചെയ്യണം. അതിന് ഈ മീഡിയകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പൊടുപ്പും തൊങ്ങലും വെച്ചുള്ള കഥകളൊന്നും പുറമെ പ്രചരിപ്പിക്കാതെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്
എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇതുവരെയും പബ്ലിക്കായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രതികരണം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പം ഇതുവരെ 5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഞാൻ വെറുതെ ചിറ്റ് ചാറ്റ്സ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്തെങ്കിലും കാണുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.